മക്കളെ, നമ്മുടെ തേർഡ് ചാപ്റ്റർ മാട്രിക്സ്, അതിന് പ്ലൂറൽ മാട്രിസീസ് നമ്മൾ വളരെ സിമ്പിളായിട്ട് 10 മിനിറ്റ്സിൽ പഠിക്കാൻ പോവാണ്. ഞാൻ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. ഷോർട്ട് നോട്ട്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും. നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഷോർട്ട് നോട്ട്സ് ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കുക. ഐഡിയലി നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ പഠിക്കണം? NCERTയിൽ എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ PYQs നോക്കുമ്പോൾ നിങ്ങൾ പഠിച്ചത് തന്നെയാണ് PYQസിൽ വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാച്ചിലർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ടാവും, എല്ലാം ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ വീഡിയോ സൊല്യൂഷൻസ് PYQs ഒക്കെ നോക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ എക്സാമിന് മുമ്പ് പോയിരിക്കേണ്ട കുറച്ച് പോപ്പുലർ ക്വസ്റ്റ്യൻസ് ആണ്. വീണ്ടും ഇത് NCERTയിൽ കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതേപോലെ തന്നെ എക്സാമിനും പാറ്റേണിൽ എപ്പോഴും വരുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ A is a skew symmetric matrix. മക്കളെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് സിമെട്രിക് സ്ക്യൂ സിമെട്രിക് ചോദിക്കും. അതുപോലെ അത് മാട്രിസീസിന്, അതേപോലെ ഒരു സ്ക്വയർ മാട്രിക്സിന് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ഏറ്റവും പോപ്പുലർ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ പേപ്പറിലും ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ A ഒരു സിമെട്രിക് മാട്രിക്സ് ആയിരുന്നെങ്കിൽ സിമെട്രിക് മാത്രമേ A is equal to A dash ആവായിരുന്നു. ഇവിടെ സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ A dash is equal to minus of A. ഓക്കെ, മൈനസ് ഓഫ് A. ഓക്കെ, അതാണ് സ്ക്യൂ സിമെട്രിക്കിൻ്റെ ഇവിടെ ആൻസേഴ്സ് എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്യും, റിപ്പീറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ എപ്പോഴും ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്ക്യൂ സിമെട്രിക് ആകുമ്പോൾ എന്താണ്? നെഗറ്റീവ് ആവും. ഓക്കെ, ഇപ്പം സിമെട്രിക് ആണെങ്കിൽ ട്രാൻസ്പോസ് ചെയ്താൽ A ഡാഷ് ആയാലും A തന്നെ വരാൻ പോകുന്നത്, പക്ഷെ ഇവിടെ എന്താ? മൈനസ് വരും. അതാണ് സ്ക്യൂ സിമെട്രിക്. ഇനി എന്താ വ്യത്യാസം? അടുത്ത ക്വസ്റ്റ്യൻ, A എന്നുള്ള ഈ സ്ക്വയർ മാട്രിക്സിന് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് കാണിക്കണം. അതിന് ഈ ഫോർമുല ഓർത്തുക്കണം. ഏതൊരു സ്ക്വയർ മാട്രിക്സിനെയും A plus A dash by 2 പ്ലസ് A മൈനസ് A ഡാഷ് ബൈ 2 ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചു വെക്കണം. അതങ്ങ് എക്സ്പാൻഡ് ചെയ്താൽ മതി മക്കളെ. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം നമുക്കിതിനെ P എന്ന് വിളിക്കാം. ഓക്കെ, പിന്നെ Q എന്ന് വിളിക്കാം. P കണ്ടുപിടിച്ചോ? P എന്ന് പറയുമ്പോൾ A പ്ലസ് A ഡാഷ് ബൈ 2. ഓക്കെ, മൊത്തം ബൈ 2. അപ്പോൾ എന്താ? ഇത് നിങ്ങൾ വേണമെങ്കിൽ നേരെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി ചെയ്യാം. ഇപ്പോൾ 2 മൈനസ് 2 മൈനസ് 4 മൈനസ് 1 3 4 1 മൈനസ് 2 മൈനസ് 3. ഓക്കെ, ഇതാണ് A പ്ലസ് A ഡാഷ്. അപ്പോൾ നമുക്ക് ബൈ 2 നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, ബൈ 2. അപ്പോൾ നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് 1/2 എന്ന് പുറത്തെഴുതാം. അതാ സിമ്പിൾ. ഓക്കെ, 1/2 ഞാൻ പുറത്ത് ചെയ്യുന്നു. ഇനി എന്താണ്? A കിട്ടി. A ട്രാൻസ്പോസ് ആയിട്ട് ഇത് A ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് വരെ ഇങ്ങനെ എഴുതാം കേട്ടോ. അപ്പം നോക്കിയേ, ഞാൻ ഫസ്റ്റ് റോ ഫസ്റ്റ് കോൾ ആക്കും. 2 മൈനസ് 2 മൈനസ് 4 മൈനസ് 1 3 4 1 മൈനസ് 2 3. ഓക്കെ, ഇനി ഇവരെ ആഡ് ചെയ്യാം, എന്നിട്ട് ഈ ബ്രാക്കറ്റ് മറക്കരുത് കേട്ടോ. ഓക്കെ, സി ഇതൊക്കെ നിങ്ങൾ ഇത് ഏറ്റവും പോപ്പുലർ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ. ഇതെങ്കിലും പഠിച്ചു പോകണം, ഇത് മിനിമം പഠിക്കേണ്ടത്. ഓക്കെ, 1/2 അവിടെ ഇരിക്കട്ടെ, 1/2 അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് മാട്രിക്സ് എന്താ കിട്ടുക? ഇവിടെ 2ഉം 2 ആഡ് ചെയ്യുമ്പോൾ 4. ഓക്കെ, ഡയഗണൽ എലമെൻറ്റ്സ് വേണം സിമ്പിളായിട്ട് ആഡ് ചെയ്താൽ ഡബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എത്രയാ? 4 6 6. ഓക്കെ, മൈനസ് 2 മൈനസ് 1 കൂട്ടിയാൽ മൈനസ് 3. ഓക്കെ, മൈനസ് 4ഉം മൈനസ് വെറും 1 കൂട്ടിയാൽ മൈനസ് 3. ഓക്കെ, ഇനി ഒരു സൈഡ് കിട്ടിയാൽ മറ്റേ സൈഡ് കിട്ടും. ഓക്കെ, 4ഉം മൈനസ് 2ഉം കിട്ടിയത് 4 മൈനസ് 2 എത്രയാ? 2. ഓക്കെ, മൈനസ് 1ഉം മൈനസ് 2 കിട്ടിയാൽ മൈനസ് 3. ഓക്കെ, ഉണ്ടോ? ഇത് സിമെട്രിക്കാ, സിമെട്രിക് മാട്രിക്സ്. അപ്പോൾ ഇവിടെ മൈനസ് 3 കിട്ടണം. 1ഉം മൈനസ് 4ഉം മൈനസ് 3. ഓക്കെ, ഇവിടെ 2 ആണ് വരിക, എനിക്ക് ഉറപ്പാണ്. മൈനസ് 2 വെറും 4ഉം 2. ഓക്കെ, എനിക്ക് ഇതിനെ പകുതിയാക്കണം. ഓക്കെ, ഇതാണ് സിമെട്രിക് ഭാഗം. ഓക്കെ, പകുതിയാക്കി. അപ്പോൾ എത്ര കിട്ടുക? ഇവിടെ 2 മൈനസ് 3/2 മൈനസ് 3/2, ഇവിടെ മൈനസ് 3/2, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ മൈനസ് 3/2. പകുതിയാക്കി. ഇതാണ് സിമെട്രിക് ഭാഗം. സിമെട്രിക് ആണോ നോക്കിയോ? ഡയഗണൽ എലമെൻറ്റ്സ് കുഴപ്പമില്ല, അപ്പുറത്തും ഇപ്പുറത്തും സെയിം ആണെന്ന് നോക്കുക. യെസ്, സെയിം ആണ്. ഇതിൻ്റെ ക്യൂ ഭാഗം എങ്ങനെ കണ്ടുപിടിക്കുക? ക്യൂ ഇസ് വെരി ഈസി. A മൈനസ് A ഡാഷ് ബൈ 2. ഓക്കെ, അപ്പോൾ എത്ര വരിക? A മൈനസ് A ഇവിടെ ഉണ്ട്. 2 മൈനസ് 2 മൈനസ് 4 മൈനസ് 1 3 4 1 മൈനസ് 2 മൈനസ് 3. ഓക്കെ, അതിൽ നിന്ന് ഇത് കുറയ്ക്കുക. 1/2 മറക്കരുത്, 1/2 ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 1/2 ഇടാണ്. എന്നിട്ട് ഇതിനെ ട്രാൻസ്പോസ് എത്രയാ? 2 മൈനസ് 2 മൈനസ് 4 മൈനസ് 1 3 4 1 മൈനസ് 2 മൈനസ് 3. ഓക്കെ, ഫസ്റ്റ് തന്നെ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കും, അതാണ് അതിൻ്റെ രസമുള്ള കാര്യം. ഓക്കെ, 0 0 0. ഓക്കെ, സ്ക്യൂ സിമെട്രിക്കിൽ അതിൻ്റെ പ്രൂഫ് വരെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 2 മൈനസ് മൈനസ് 1. അപ്പോൾ എത്ര വരിക? മൈനസ് 2 പ്ലസ് 1. മൈനസ് 2 പ്ലസ് 1 എത്രയാ? മൈനസ് 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ വെറും 1 മൈനസ് 1. ഓക്കെ, മൈനസ് 1. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, മൈനസ് 4 മൈനസ് 1, അപ്പോൾ മൈനസ് 5. അവിടെ ഒരു സൈഡ് കിട്ടിയാൽ മതി. ഈ ഇവിടെ മൈനസ് 1 ആണ്, ഇവിടെ പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യുക. നിങ്ങൾ തെറ്റുകളില്ലെങ്കിൽ നോക്കിയേ, മൈനസ് 1 പ്ലസ് 2 മൈനസ് മൈനസ് പ്ലസ് 2, അപ്പോൾ 1 ശരിയാ. അപ്പം ഇവൻ ഇവിടെ പ്ലസ് 5 വരും. ഞാൻ ആകെ ഒരു നമ്പർ ഉണ്ട് അടിച്ചാൽ മതി. ഇത് 4 മൈനസ് മൈനസ് 2 4 പ്ലസ് 2 എത്ര? 6. ഓക്കെ, ഇവിടെ 6, ഇവിടെയും മൈനസ് 6. ശരിയാ, കറക്റ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇന്ന് പകുതിയാക്കി എത്ര കിട്ടുക? 0 0 0 മൈനസ് 1/2 മൈനസ് 5/2
3 minus 3 1/2 5/2. ഇത് സ്ക്യൂ സിമെട്രിക് ആണ്. ഇതാണ് സ്ക്യൂ സിമെട്രിക് പാർട്ട്. അപ്പോൾ ഇവനും ആഡ് ചെയ്ത് കാണിച്ചാൽ ആൻസർ കിട്ടി. ഇതാണ് ഒരു ആൻസർ, ഇതാണ് ഒരു ആൻസർ. ആഡ് ചെയ്താൽ കാണുക നമ്മുടെ സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. കാണിക്കാം. ഇനി സിമെട്രിക് സ്ക്യൂ സിമെട്രിക് എന്താണെങ്കിലും പഠിച്ചു പോകണം. എവിടെ ക്വസ്റ്റ്യൻ കണ്ടാലും ചെയ്യാം. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സമയം കളയാൻ പോകുന്നില്ല. ക്വസ്റ്റ്യൻസിലുണ്ടാവും, ആൻസേഴ്സും ഉണ്ടാവും. പ്രാക്ടീസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, എ ഇസ് എ സ്ക്വയർ മാട്രിക്സ് സച്ച് ദാറ്റ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ. എൻ്റെ പ്രത്യേകത എ സ്ക്വയർ ചെയ്ത എ തന്നെയാവും. ഐ പ്ലസ് എ ദ ഹോൾ ക്യൂബ് മൈനസ് 7a കണ്ടുപിടിക്കണം. മക്കളെ എടാ ഐ പ്ലസ് എ, ഐ എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി കേട്ടോ, ഹോൾ ക്യൂബ് മൈനസ് 7a. എടാ ക്യൂബിൻ്റെ ഫോർമുല അറിയില്ലെങ്കിൽ ബൈനോമിയൽ തിയറം ഓർത്ത് വെക്കണം കേട്ടോ. എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ, ഓക്കെ, പ്ലസ് എ ബി ക്യൂബ്, ഓക്കെ, ബി ക്യൂബ് മൈനസ് 7a. ഓക്കെ, ഇനി നോക്കിയേ, ഐ സ്ക്വയറും ഐയും എന്ത് വന്നാലും കണക്കാം. ഐ വിഷയമില്ല നമുക്ക്. ഓക്കെ, ഐ ക്യൂബും ഐ, അപ്പോൾ അതൊക്കെ ഐ ആ. അപ്പോൾ ഐ, ഓക്കെ, പ്ലസ് 3a ആവും. ഐ സ്ക്വയർ മൾട്ടിപ്ലൈം എല്ലാം കണക്കാണ്. പ്ലസ് 3a സ്ക്വയർ പ്ലസ് എ ക്യൂബ്. എ ക്യൂബിന് ഞാൻ എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. മൈനസ് 7a. മക്കളെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പം എന്താ, ഐ പ്ലസ് 3a പ്ലസ് 3a പ്ലസ് എടാ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ. അപ്പം എ ഇൻറ്റു എ, എ ഇൻറ്റു എ എന്താ എ സ്ക്വയർ. ഓക്കെ, ഇത് ഇത്രയും സിമ്പിൾ. എ സ്ക്വയർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എ ആണെന്ന്. അപ്പം ഇത് എ ആണ്. അപ്പം എന്താ കിട്ടുക, ഐ പ്ലസ് 3a പ്ലസ് 3a പ്ലസ് എ മൈനസ് 7. അവിടെ 3a 3a കൂടി 6a മൈനസ് എ 7a മൈനസ് 7a 0. അപ്പോൾ ഇത്ര ഐ ആണ് ആൻസർ. ഇവിടെ നോക്കിയേ 3a 6a 7 മൈനസ് 7 വെറും 0, പിന്നെ ഐ ഉണ്ടാവും ബാക്കി. അതാണ് ഇവിടെ ആൻസർ വരുന്നത്. വെറും ഐ ആണ് ആൻസർ വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 2 ഇൻറ്റു ഇത് പ്ലസ് ഇത് ഈസ് ഈക്വൽ ടു ഇത് ഐ മൾട്ടിപ്ലൈ ചെയ്തോ. അപ്പം എന്താ, ഈ 2 ഇൻറ്റു അത് ചെയ്യുമ്പം സ്കെയിലാർ കേട്ടോ. 2 ഇൻറ്റു 1 2 ഇൻറ്റു ഇത് ഇങ്ങനെ ചെയ്യും. അപ്പോഴത്തെ ആൻസർ വരാം 2602x. ഓക്കെ, പ്ലസ് എക്സ് പ്ലസ് വൈ 0 1 2 ഇസ് ഈക്വൽ ടു 8618. ഇവിടെ ഈക്വൽ ആക്കാൻ പറ്റുന്ന ആരൊക്കെയുള്ളത് നമ്മൾ നോക്കിയാൽ കളർ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ 2x പ്ലസ് 2 ആണ് 8. അത് നോക്കിയാൽ 2x പ്ലസ് 2 ഇസ് ഈക്വൽ ടു 8. ആ 2 ഇങ്ങോട്ട് കളഞ്ഞ എത്രയായിട്ട് 2x ഇസ് ഈക്വൽ ടു 6, x ഇസ് ഈക്വൽ ടു 3 കിട്ടി. x 3 കിട്ടി. അടുത്തെന്താ ചെയ്യേണ്ടത്, 2 പ്ലസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 8. 2 പ്ലസ് എക്സ് പ്ലസ് 5. അപ്പോൾ നമുക്ക് അറിയുന്ന വെച്ച് എഴുതിക്ക് മക്കൾ, 2 പ്ലസ് എക്സ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല, 3 എഴുതിയാണ്. 2 പ്ലസ് 3 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 8. ഇവിടെ 5 പ്ലസ് വൈ ആണ് 8, വൈ എത്രയാണ് 3. ഇത്രയേ ഉള്ളൂ. വൈ 3 കിട്ടി, എക്സ് കിട്ടി. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് കിട്ടാവുന്നത്. എക്സ് 3യും വൈ 3, എക്സും 3യും വൈ 3 രണ്ടും 3 ആണ്. രണ്ടും 3 അയ്യേ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. സിമെട്രിക് സ്ക്യൂ സിമെട്രിക് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ കവർ ചെയ്തതാണ്. വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കാം. നോക്കിയാൽ പ്രൂവ് ദാറ്റ് ഇൻ പാർട്ട് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7a. നമ്മളിപ്പോൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ആകെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എ സ്ക്വയർ ചെയ്യാൻ പഠിക്കണം, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പം എന്താണ്, എ ഇൻറ്റു എ 3 1 മൈനസ് 1 2. ഇതറിയില്ലെങ്കിൽ നിങ്ങൾ ആ മെത്തേഡ് തന്നെ പോയി പഠിക്കണേ, അല്ലാണ്ട് നിങ്ങൾക്ക് പറ്റൂല. 3 1 മൈനസ് 1 2 എങ്ങനെയാണ് 7 മെത്തേഡ്. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ആണ് വരിക. ഓക്കെ, 2/2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക, 2/2 തന്നെ വരിക. ഈ അടുത്തുള്ളവർ ഈക്വൽ ആയിരിക്കണം, ദൂരെയുള്ളവരാണ് പുതിയ ഓർഡർ. ഓക്കെ, അപ്പം ഇവിടെ എന്താ വരിക, 2/2 തന്നെ വരിക. ഫസ്റ്റ് ഇവിടെ വരുന്ന എന്താണ്, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പം എന്താണ് വരിക, ഇവിടെ 3 ഇൻറ്റു 3 ഒറ്റയടിക്കുക. 3 ഇൻറ്റു 3 9, 1 ഇൻറ്റു 1 മൈനസ് 1. ഓക്കെ, അപ്പോൾ 3 9 മൈനസ് 1 8. ഓക്കെ, ഇവിടെ എന്താണ് വരിക, കളർ ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അപ്പോൾ 3 ഇൻറ്റു 1 1 ഇൻറ്റു 2. അപ്പോൾ 3 പ്ലസ് 2 എത്രയാണ് 5. ഓക്കെ, ഇവിടെ എന്താണ് വരിക, സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. 1 ഇൻറ്റു മൈനസ് 3 പ്ലസ് മൈനസ് 2. അപ്പോൾ മൈനസ് 3 മൈനസ് 2 മൈനസ് 5. ഓക്കെ, ഇനി എന്താണ് കിട്ടുക, ലാസ്റ്റ് വന്നാൽ ലാസ്റ്റ് റോ ഇൻറ്റു ലാസ്റ്റ് കോളം. മൈനസ് 1ഉം 4 മൈനസ് 1 3. ഓക്കെ, ഇത് കിട്ടി. ഇതാണ് എ സ്ക്വയർ. അത് മൈനസ് 5a പ്ലസ് 7 ചെയ്യാം. ഓക്കെ, അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, നമുക്ക് എ സ്ക്വയർ കിട്ടി 8 5 മൈനസ് 5 3. എന്നിട്ട് നിങ്ങൾ എ സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്ത് മൈനസ് 5a പ്ലസ് 7 0 കിട്ടുമെന്ന് നോക്കുക. പ്രൂവ് ചെയ്യുക, ഇക്വേഷൻ പ്രൂവ് ചെയ്യുക. ഓക്കെ, ഈ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഇതിൽ ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയുള്ള നിങ്ങൾക്ക് വെറുതെ ഇക്വേഷൻ ഇട്ടാൽ വർക്ക് ആവണം. അതുകൊണ്ടാണ് ഈക്വൽ ടു കാണിക്കുന്നത്. ഷോ ദാറ്റ് ഇൻ കേസ് ക്വസ്റ്റ്യൻ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വെറുതെ കിട്ടേണ്ടതാണ്. ഓക്കെ, റെഡി. ഫൈൻഡ് എക്സ് ആൻഡ് വൈ സോഴ്സ് ദാറ്റ്. ഇത് സോൾവ് ചെയ്യണം. സി മക്കളെ, നിങ്ങൾ 9ാം ക്ലാസ് മുതൽ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ.
ഇക്വേഷൻ 1ഉം 2ഉം ആഡ് ചെയ്ത് എന്താ കിട്ടുക? ഇവിടെ വൈയും മൈനസ് വൈയും പോയി. അപ്പം എനിക്ക് എന്തിട്ട് 2x ഇസ് ഈക്വൽ ടു ഇത് രണ്ടും ആഡ് ചെയ്ത് 10 0 2 8 10 0 2. അപ്പോൾ എക്സ് എത്രയാ? ഡിവൈഡ് ബൈ 2 1/2 ഞാൻ നേരെ ഡിവൈഡ് ചെയ്യാണ്. പകുതി ആക്കിക്കോ 5 0 1 4. എക്സ് കിട്ടി. ഈ എക്സ് കൊണ്ടുപോയിട്ട് ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടി. എക്സ് കിട്ടിയാൽ വൈ സബ്ട്രാക്ട് ചെയ്താൽ y ഈസ് ഈക്വൽ ടു 7 0 2 5ൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച എക്സ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, എത്രയാ? 5 0 1 4 5 0 1 4. അപ്പോൾ എന്താ കിട്ടുക? y കിട്ടും 2 0 1 -1 2 0 1 -1. ഓക്കെ, അപ്പോൾ എക്സും വൈയും കിട്ടി. ഓക്കെ, സിമ്പിൾ സംഭവമാണ്. പ്ലസ് ചെയ്യുക മൈനസ് ചെയ്യുക കിട്ടിക്കോളും. ഓക്കെ, ഇനി കുറച്ച് പെട്ടെന്നുള്ള സിമ്പിൾ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയേ, എ ഡാഷ് ഡാഷ് ഇസ് ഈക്വൽ ടു എ. ശരിയാണ്, 2 പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എ പ്ലസ് ബി ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ബി ഡാഷ്. കുഴപ്പമില്ല. എ ബി ഹോൾ ഡാഷ് ഇതാണോ മക്കളെ? അല്ല. എ ബി ഹോൾ ഡാഷ് റിവേഴ്സല്ലോ, ബി ഡാഷ് എ ഡാഷ് ആവില്ല കേട്ടോ. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇവനാണ് പ്രശ്നം, സി ആണ് പ്രശ്നം. വെരിഫൈ ദാറ്റ് ഇത് നമ്മൾ ചെയ്യുന്ന സംഭവമാണ്, എപ്പോഴും ചെയ്യുന്ന സംഭവമാണ്. സ്ക്യൂ സിമെട്രിക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് തെറ്റെന്നുള്ള കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എക്സ്പ്രസ് ദ മാട്രിക്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് നോട്ട്സിൽ ആൻസർ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ഫൈൻഡ് എ സ്ക്വയർ. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് എ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക, എഴുതി സമാധാനത്തോടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡ് ആലോചിക്കുക. ഇത് 7 എന്ന് ആലോചിക്കുക, 7. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് വരിക? നിങ്ങൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ 1 × 1 + 3 × 2. അപ്പോൾ 1 + 6 7. ഓക്കെ, അതേപോലെ ഇത് ഇൻറ്റു ഇത്. ഓക്കെ, അപ്പോൾ എത്ര വരിക? 1 × 3 3 + 0. ഓക്കെ, 2 പ്ലസ് ഇനി സെക്കൻഡ് റോൻ്റെ ഇത്. അപ്പം 2 × 1 + 0 അപ്പോൾ 2. ഓക്കെ, ലാസ്റ്റ് ഇവനും 2 × 3 6ഉം 0 6. അപ്പോൾ 7 3 2 6 7 3 2 6. സമാധാനത്തോടെ ചെയ്യാം. കൺസ്ട്രക്ട് ഇതും കൂടി ചെയ്താൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും കവർ ആയി. ഓക്കെ, 12 മിനിറ്റ് ഏകദേശം ഞാൻ കാണിച്ചാൽ 2 × 2 എന്ന് പറയുമ്പോൾ നോക്കിയേ, എ ഐ ജെൻ്റെ ഫോർമുല എന്തിട്ടുണ്ട്? ഓക്കെ, ഇതൊരു കോഡ് പോലെ. എ ഐ ജെ എന്ന് പറയുമ്പോൾ ഐ എന്ന് പറയുമ്പോൾ റോ നമ്പർ, മറ്റേ കോളം നമ്പർ. ഓക്കെ, 2i - j ആണ് വരിക. അപ്പം നോക്കിയാൽ നിങ്ങൾ 2/2 മാട്രിക്സ് പറയുമ്പോൾ ഇങ്ങനെ വരും 2/2. അപ്പോൾ A11 A12 A21 A22 ഇങ്ങനെയാണ് വരിക. ഇനി അവിടെ അതിനനുസരിച്ച് കോഡ് അങ്ങ് ഫില്ല് ചെയ്തേ. അപ്പോൾ ഇവിടെ എന്താ വരിക? ഫസ്റ്റ് ആൾ വരിക A11 എന്ന് പറയുമ്പോൾ ഐയും ജെയും 1. അപ്പം 2 × 1 - 1. അപ്പോൾ 2 - 1 എത്രയാ? 1. ഓക്കെ, A12 എന്ന് പറയുമ്പോൾ എത്രയാ? 12 എന്ന് പറയുമ്പോൾ ഐന് 1 കൊടുക്കുക. അപ്പോൾ 2 × 1 - 2 ജെ എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 2 - 2 0. ഇവിടെ 0. ഇവിടെ എന്തായാലും 2 1. അപ്പോൾ 2 × 2 2 × I 2 × I -1 4 - 1 3. ഇവിടെ 2 2 എന്ന് പറയുമ്പോൾ 2 × 2 - 2 4 - 2 2. അപ്പോൾ 1032. ഓക്കെ, റെഡി. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഇത് പ്രാക്ടീസ് ചെയ്യുക. സിമ്പിളാണ്. KA - 2i ഇക്വേഷനിൽ സോൾവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, ഇത് ഇക്വേഷനിൽ സോൾവ് ചെയ്താൽ മതി, K കിട്ടിക്കോളും. ഓക്കെ, ആൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ ചെയ്ത എക്സും വൈയും വരുന്ന ഇക്വേഷനാണ്. ഇവിടെ ഈ ഇക്വേഷൻ നോക്കിയാൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഉണ്ട് 9 ആണ്. ഓക്കെ, അതിൽ നിന്ന് എക്സും സെറ്റും കളഞ്ഞാൽ തന്നെ 9 5 കുറച്ചത്ര വൈ കിട്ടി. വൈ 4 കിട്ടി. സിമ്പിൾ. വൈയും സെറ്റും 7 ആണ്. വൈയും സെറ്റും കളഞ്ഞാൽ 7 കുറച്ചാൽ എക്സ് 2 കിട്ടി. സിമ്പിൾ. ഇത് പിള്ളേർക്കുള്ള ചോദ്യമാണ്. സിമെട്രിക് സ്ക്യൂ സിമെട്രിക് വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ്. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ഡിഫറെൻറ്റ് ഓർഡർ. ഇത് എത്രയാണ്? ഇത് 1/3ഉം ഇത് 3/1ഉം ഇത് 1/3 ആണ്. ഓക്കെ, നോക്കിയേ, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് എ ബി? സി, മൾട്ടിപ്ലിക്കേഷൻ വരണമെങ്കിൽ അടുത്തടുത്തുള്ള നമ്പർ ഈക്വൽ ആയിരിക്കണം. ശരി, ദൂരെയുള്ള ആൾക്കാരോ 3 × 3 ആണ് ഓർഡർ വരാൻ പോകുന്നത്. വെരിഫൈ എ ബി ഇസ് ഈക്വൽ ടു ബി ഡാഷ് എ ഡാഷ്. എ ബി ഹോൾ ഡാഷ് ആണ്, ബി ഡാഷ് ചെയ്ത് വെരിഫൈ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഓർഡർ എത്രയാ? 3/3 വരും. കൺഫ്യൂഷൻ ആവരുത്. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലാണ് ആൾക്കാർ സില്ലി മിസ്റ്റേക്സ് കാണിച്ചിട്ട് മാർക്ക് കളയാറ്. അപ്പോൾ നോട്ട്സ് ഞാൻ തരാം. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. ബാക്കി വീഡിയോസും കാണാൻ മറക്കരുത്. ടാറ്റ ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.